ദൈവത്തിൻ്റെ വചനവുമായി ഒരിക്കൽ കൂടി നിങ്ങളുടെ മുമ്പാകെ നിൽക്കുവാൻ ദൈവം ഇങ്ങനെ ഒരു അവസരം തന്നു എന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇവിടെയും യൂട്യൂബിലുമായി എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. ജീവിതത്തിൽ സ്വസ്ഥത ആഗ്രഹിക്കാത്തവരായി ആരുമുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും നിറഞ്ഞ ഒരു ലോകത്ത് സമാധാനത്തോടെ സ്വസ്ഥതയോടെ കഴിയുന്നത് ഒരു വലിയ ഭാഗ്യമായി ഞാൻ കാണുന്നു. ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ടെങ്കിലും സ്വസ്ഥത അനുഭവിക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ ആ ജീവിതം കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? നാം ആഗ്രഹിക്കുന്നതിനേക്കാൾ അധികം നമ്മുടെ സ്വസ്ഥത ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം അത് ആഗ്രഹിക്കുന്നു എന്ന് മാത്രമല്ല, അതിനുള്ള എല്ലാ മുഖാന്തരങ്ങളും താൻ തന്നെ ഒരുക്കുകയും അതിൽ പ്രവേശിപ്പാൻ അവൻ നമ്മെ ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നു. നാം അതിൽ പ്രവേശിപ്പാനും ആ സ്വസ്ഥത ആസ്വദിക്കുവാനും ആഗ്രഹിക്കുന്നുണ്ടോ? അതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു വേദഭാഗത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. അതിനായി ഹെബ്രായ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഹെബ്രായ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 11 വരെ വാക്യങ്ങൾ. അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കിയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവർ ആകുന്നു. എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായ്ക കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നത്. ലോകസ്ഥാപനത്തിങ്കൽ പ്രവർത്തികൾ തീർന്നു പോയ ശേഷവും അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ എൻ്റെ കോപത്തിൽ സത്യം ചെയ്തു എന്ന് അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. 7-ാം നാളിൽ ദൈവം തൻ്റെ സകല പ്രവർത്തികളിൽ നിന്ന് നിവൃത്തനായി എന്നും 7-ാം നാളിനെക്കുറിച്ച് ഒരിടത്ത് പറഞ്ഞിരിക്കുന്നു. എൻ്റെ സ്വസ്ഥതയിൽ അവർ പ്രവേശിക്കുകയില്ല എന്ന് ഇവിടെ പിന്നെയും അരുളി ചെയ്യുന്നു. അതുകൊണ്ട് ചിലർ അതിൽ പ്രവേശിപ്പാൻ ഇടശേഷിച്ചിരിക്കുകയാലും മുമ്പേ സദ്വർത്തമാനം കേട്ടവർ അനുസരണക്കേട് നിമിത്തം പ്രവേശിക്കാതെ പോകയാലും ഇത്ര കാലത്തിൻ്റെ ശേഷം ദാവീദ് മുഖാന്തരം ഇന്ന് അവൻ്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് എന്ന് മുമ്പേ പറഞ്ഞതുപോലെ ഇന്ന് എന്നൊരു ദിവസം പിന്നെയും നിശ്ചയിക്കുന്നു. യോശുവ അവർക്ക് സ്വസ്ഥത വരുത്തിയെങ്കിൽ മറ്റൊരു ദിവസത്തെക്കുറിച്ച് പിന്നത്തേതിൽ കൽപ്പിക്കുകയില്ലായിരുന്നു. ആകയാൽ ദൈവത്തിൻ്റെ ജനത്തിന് ഒരു ശബ്ബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു. ദൈവം തൻ്റെ പ്രവർത്തികളിൽ നിന്നെന്ന പോലെ അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ താനും തൻ്റെ പ്രവർത്തികളിൽ നിന്ന് നിവൃത്തനായി തീർന്നു. അതുകൊണ്ട് ആരും അനുസരണക്കേടിൻ്റെ സമദൃഷ്ടാന്തത്തിനൊത്തവണ്ണം വീഴാതിരിക്കേണ്ടതിന് നാം ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ ഉത്സാഹിക്കാം. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ പിതാവേ, അങ്ങയുടെ ആത്മാവിനാൽ അവിടുത്തെ ദിവ്യമായിട്ടുള്ള വചനം മനസ്സിലാക്കുവാനുള്ള ഉൾക്കാഴ്ച ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ അത് നന്നായി മനസ്സിലാക്കുക മാത്രമല്ല, പൂർണ്ണ ഹൃദയത്തോടെ അത് വിശ്വസിക്കുവാനും പൂർണ്ണ മനസ്സോടെ അത് അനുസരിപ്പാനും അവിടുന്ന് ഞങ്ങളെ സഹായിക്കുമാറാകണമേ. അവിടുന്ന് ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത സ്വസ്ഥത ഇപ്പോൾ അനുഭവിപ്പാനും അതിൻ്റെ പരിസമാപ്തിയിലേക്ക് പ്രവേശിപ്പാനും അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. അവിശ്വാസവും അനുസരണക്കേടും നിമിത്തം വീണു പോകുന്നവരുടെ ഗണത്തിൽ ഞങ്ങളും പെടാതിരിപ്പാൻ ഏറ്റവും ജാഗ്രതയോടെ ദൈവവചനത്തിന് ചെവി കൊടുക്കുന്നവരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിലാകിയാൽ സ്വീകരിക്കണമേ. ആമേൻ. ഈ വേദഭാഗത്തിൻ്റെ പ്രധാന ആശയം പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകാം. മോശയിലൂടെയുള്ള ദൈവത്തിൻ്റെ ശബ്ദം വിശ്വസിക്കാത്ത ഇസ്രയേലിൻ്റെ മത്സരികളായ തലമുറയിൽ നിന്ന് വ്യത്യസ്തമായി പുത്രനിലൂടെ നൽകിയ ദൈവത്തിൻ്റെ വചനം വിശ്വസിച്ചുകൊണ്ട് അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനും ആ സ്വസ്ഥതയിൽ നിലനിൽപ്പാനും നാം ഉത്സാഹിക്കുക എന്നതാണ്
ഈ വേദഭാഗത്തിൻ്റെ കേന്ദ്ര ആശയം എന്ന് പറയുന്നത്. ഞാൻ ആവർത്തിക്കാം. മോശയിലൂടെയുള്ള ദൈവത്തിൻ്റെ ശബ്ദം വിശ്വസിക്കാത്ത ഇസ്രയേലിൻ്റെ മത്സരികളായ തലമുറയിൽ നിന്ന് വ്യത്യസ്തമായി പുത്രനിലൂടെ നൽകിയ ദൈവത്തിൻ്റെ വചനം വിശ്വസിച്ചുകൊണ്ട് അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനും ആ സ്വസ്ഥതയിൽ നിലനിൽപ്പാനും നാം ഉത്സാഹിക്കുക എന്നതാണ്. വിശ്വാസിയും സ്വസ്ഥതയും, ബിലീവർ ആൻഡ് ദ റെസ്റ്റ് എന്നതാണ് ഇന്നത്തെ എൻ്റെ പ്രസംഗത്തിൻ്റെ തലക്കെട്ട് എന്നത്. വിശ്വാസിയും സ്വസ്ഥതയും. വളരെ ആകർഷകവും അതേസമയം നിഗൂഢവും കർശനവാദങ്ങൾ നിറഞ്ഞതുമായ വേദഭാഗമെന്നാണ് ജോർജ് എസ് ഗത്രി എന്ന കമൻറ്റേറ്റർ ഈ വേദഭാഗത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. കാരണം ഒരേ സങ്കീർത്തന വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് വ്യത്യസ്ത വാദഗതികളാണ് അദ്ദേഹം ഇവിടെ നിരത്തുന്നത്. 3-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 4-ാം അധ്യായത്തിൻ്റെ 11 വരെ വാക്യങ്ങളെക്കുറിച്ച് ഡോക്ടർ D.A. കാഴ്സൺ പറയുന്നത്, ദി ഓഥർ ഈസ് റീഡിംഗ് Psalm 95 ഫസ്റ്റ് ഇൻ എ മോറലൈസിംഗ് വേ ആൻഡ് ദെൻ ഇൻ എ ടൈപ്പോളജിക്കൽ വേ. അതായത് 3-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 19 വരെ വാക്യങ്ങളിൽ 95-ാം സങ്കീർത്തനത്തിൻ്റെ ഒരു ധാർമ്മിക പാഠവും 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെ വാക്യങ്ങളിൽ അതിൻ്റെ ടൈപ്പോളജിക്കൽ ലെസൺ, അതായത് സൂചക ഉപദേശവും നൽകുന്നു എന്നാണ് ഡോക്ടർ D.A. കാഴ്സൺ അതിനെക്കുറിച്ച് പറയുന്നത്. ആദ്യമായി ധാർമ്മിക പാഠം എന്താണ് എന്ന് ഞാൻ വിശദമാക്കാം. അബ്രാഹമിൻ്റെ ജീവിതം, ദാവീദിൻ്റെ ജീവിതം, ദാനിയേലിൻ്റെ ജീവിതം, അങ്ങനെ ചില പഴയ നിയമ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ശേഷം ആ കഥാപാത്രം അല്ലെങ്കിൽ ആ രാജാവ് ഒരു നല്ല രാജാവായിരുന്നു, അതിനാൽ നാം നന്നാവുക. അബ്രാഹം വിശ്വസ്തനായിരുന്നു, അതുകൊണ്ട് നാമും വിശ്വസ്തരാകുക. അല്ലെങ്കിൽ അബ്രാഹം ഇവിടെ ഒരു കൂട്ടം നുണകൾ പറഞ്ഞു, അതുകൊണ്ട് നാം അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറയുന്നതിനെയാണ് ധാർമ്മിക പാഠം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ചില പ്രാസംഗികർ പഴയ നിയമത്തിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ അതിലെ ധാർമ്മിക പാഠം മാത്രം പ്രസംഗിക്കുന്നു, എന്നാൽ അത് നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്ന രക്ഷകനിലേക്ക് എങ്ങനെ നയിക്കുന്നു എന്ന് പറയുകയില്ല. അതല്ലെങ്കിൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങളെ ഒരു ചുവപ്പ് ചരടിൽ കോർത്തിണക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിലേക്കും നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന സുവിശേഷത്തിലേക്കും നമ്മെ നയിക്കുകയില്ല. യേശുക്രിസ്തുവിനും അവൻ്റെ സുവിശേഷത്തിനുമല്ലാതെ മനുഷ്യനെ രക്ഷിക്കുവാൻ കഴിയാതെ ഇരിക്കുമ്പോൾ ധാർമ്മികത മാത്രം പ്രസംഗിച്ചിട്ട് കാര്യമില്ല. കാരണം മതങ്ങളെല്ലാം തന്നെ ചില ധാർമ്മിക ഉപദേശങ്ങൾ നൽകി മനുഷ്യനെ രക്ഷിക്കുവാനായിട്ടാണ് ശ്രമിക്കുന്നത്. പഴയ നിയമ വേദഭാഗങ്ങളിൽ ധാർമ്മിക പാഠങ്ങളുണ്ട് എന്നത് ശരിയായിരിക്കുമ്പോൾ തന്നെ അതിനേക്കാൾ അധികമായത് അതിൽ അടങ്ങിയിരിക്കുന്നു. അത് തുറന്നുകാട്ടി നമ്മുടെ രക്ഷകനിലേക്കും അവൻ നൽകുന്ന സ്വസ്ഥതയിലേക്കും നമ്മെ നയിക്കുക എന്ന കാര്യമാണ് ഹെബ്രായ പ്രാസംഗികൻ ഇവിടെ നിവർത്തിക്കുന്നത്. മോശയോടൊപ്പം ഈജിപ്ത് വിട്ട അനേകർ ദൈവത്തെ അവിശ്വസിച്ചതിനാൽ കനാൻ ദേശത്ത് പ്രവേശിക്കാതെ മരുഭൂമിയിൽ പട്ടുപോയി. അവരുടെ തെറ്റായ മാതൃക വിശ്വാസികൾ പിൻപറ്റരുത്. അതേസമയം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ തുടർമാനമായി വിശ്വസിക്കുകയും മറ്റുള്ളവരെ അത് ചെയ്യുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്ത ചില നല്ല ഇസ്രയേല്യർ അവരോടൊപ്പം ഉണ്ടായിരുന്നു. യോശുവയും കാലേബുമൊക്കെ ആ ഗണത്തിൽ പെടുന്നു. അവരുടെ നല്ല മാതൃകയാണ് വിശ്വാസികൾ പിൻപറ്റേണ്ടത്. ഇതാണ് 3-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിലെ ധാർമ്മിക പാഠം എന്നത്. എന്നാൽ എബ്രായ പ്രാസംഗികൻ അത്രയും പറഞ്ഞ് ആ വേദഭാഗം അവിടെ അവസാനിപ്പിക്കുകയില്ല. താൻ അതിൻ്റെ ടൈപ്പോളജിക്കൽ ലെസൺ
അല്ലെങ്കിൽ സൂചക ഉപദേശത്തിലേക്ക് കടക്കുകയാണ് 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെ വാക്യങ്ങളിൽ. ഇനി എന്താണ് ടൈപ്പോളജി അഥവാ സൂചക ഉപദേശം എന്ന് ഞാൻ വിശദമാക്കാം. പഴയ നിയമ വേദഭാഗത്ത് പറയുന്ന കാര്യത്തിൻ്റെ കൂടുതൽ വലുതും പ്രാധാന്യമേറിയുമായ ഒരു ടൈപ്പ് അഥവാ നിഴൽ കണ്ടെത്തുന്നതിനെയാണ് ടൈപ്പോളജി എന്ന് പറയുന്നത്. ഞാൻ ആവർത്തിക്കാം. പഴയ നിയമ വേദഭാഗത്ത് പറയുന്ന കാര്യത്തിൻ്റെ കൂടുതൽ വലുതും പ്രാധാന്യമേറിയതുമായിട്ടുള്ള ഒരു ടൈപ്പ് അഥവാ നിഴൽ കണ്ടെത്തുന്നതിനെയാണ് ടൈപ്പോളജി എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ പദ്ധതിയിലെ ഉന്നതവും ശ്രേഷ്ഠവുമായ കാര്യത്തെ സൂചിപ്പിക്കുന്ന ഒരു വ്യക്തിയോ ഒരു സംഭവമോ ഒരു സ്ഥാപനമോ ആകാം ഈ ടൈപ്പ് അഥവാ നിഴൽ എന്ന് പറയുന്നത്. അതായത് യോനയെപ്പോലെ അതൊരു വ്യക്തിയാകാം, പുറപ്പാട് പോലെ അതൊരു സംഭവമാകാം, പെസഹ പോലെ അതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ അഥവാ സ്ഥാപനമാകാം. നാം വായിച്ച ഈ വേദഭാഗത്ത് കനാൻ ദേശവും അതുപോലെ യോശുവയും വരാനിരിക്കുന്ന സ്വസ്ഥതയുടെയും അതിലേക്ക് വിശ്വാസികളെ നയിക്കുന്ന യേശുവിൻ്റെയും ഒരു ടൈപ്പ് ആണ്. 4-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ ആ കാര്യം വ്യക്തമായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. യോശുവ അവർക്ക് സ്വസ്ഥത വരുത്തിയെങ്കിൽ മറ്റൊരു ദിവസത്തെക്കുറിച്ച് പിന്നത്തേതിൽ കൽപ്പിക്കയില്ലായിരുന്നു. ഇതിൽ യോശുവയും സ്വസ്ഥതയും ഭാവിയിൽ വരാനിരിക്കുന്ന രക്ഷകൻ്റെയും താൻ യാഥാർത്ഥ്യമാക്കുന്ന രക്ഷയുടെയും ഒരു ടൈപ്പ് അഥവാ നിഴൽ ആണ്. 4-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ പരിവർത്തന വാക്യങ്ങളാണ്. പരിവർത്തന വാക്യങ്ങൾ അതായത് മരുഭൂമിയിൽ അലഞ്ഞു തിരിയുന്നവർക്കും സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നവർക്കും ഇടയിലെ പരിവർത്തന വാക്യങ്ങൾ. അതുകൊണ്ട് എന്ന് പറഞ്ഞു ആണ് ഈ 1-ാം വാക്യം ആരംഭിക്കുന്നത്. മലയാള വിവർത്തനത്തിൽ ആ വാക്ക് ഇല്ലെങ്കിലും ഗ്രീക്കിലും ഇംഗ്ലീഷിലും ആ വാക്കുണ്ട്. എപ്പിയോൺ ഓർ ദെയർഫോർ എന്ന വാക്കാണ് അതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക എന്നാണ് 1-ാം വാക്യത്തിൽ പറയുന്നത്. അതായത് സംഖ്യാപുസ്തകം 14-ൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇസ്രയേലിൻ്റെ ചരിത്ര സംഭവത്തെ ആസ്പദമാക്കി 3-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 19 വരെ വാക്യങ്ങളിൽ നടത്തിയ ചർച്ചയുടെ വെളിച്ചത്തിൽ വിശ്വാസികൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഈ പ്രയോഗം ഇവിടെ അർത്ഥമാക്കുന്നത്. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട അനേകർ അവരുടെ അവിശ്വാസത്തിൽ നിന്നുളവായ അനുസരണക്കേടിനാൽ ദൈവത്തിൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചില്ല. ഈ കാര്യമാണ് 3-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യത്തിൽ, അതായത് 19-ാം വാക്യത്തിൽ പറയുന്നത്. ഇങ്ങനെ അവിശ്വാസം നിമിത്തം അവർക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല എന്ന് നാം കാണുന്നു. അതിനുള്ള കാരണം എന്നതും ഈ വാക്യത്തിൽ വ്യക്തമാണ്. അവരുടെ അവിശ്വാസമാണ് അതിൻ്റെ കാരണമായി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവിശ്വാസം. അതിൽ നിന്നും ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്. രക്ഷയിൽ പ്രവേശിക്കുവാനുള്ള മാർഗം വിശ്വാസമാണ്. വിശ്വാസം മനുഷ്യരെ രക്ഷയിൽ അഥവാ സ്വസ്ഥതയിൽ പ്രവേശിപ്പിക്കുന്നു. 1-ാം വാക്യം തുടരുന്നു. അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ. അതിലൊരു സൂചന നമുക്ക് കാണാം. ഇസ്രയേല്യരിൽ ചിലർ വാഗ്ദത്ത ദേശത്ത് പ്രവേശിക്കാതിരുന്നത് കൊണ്ട് ആ സാധ്യത അവസാനിപ്പിച്ചിട്ടില്ല എന്നതാണ് ആ സൂചന. അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ഇന്നും ശേഷിച്ചിരിക്കുന്നു. ചിലരുടെ അവിശ്വാസം കാരണം ദൈവത്തിൻ്റെ പരിപാടി അവസാനിപ്പിച്ചിട്ടില്ല. അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാനുള്ള വാഗ്ദത്തം ഇപ്പോഴും
നിലനിൽക്കുന്നു. ആ സൂചന കൂടുതൽ വ്യക്തമാക്കുകയാണ് 95-ാം സങ്കീർത്തനത്തിലെ ഈ ഉദ്ധരണി. സങ്കീർത്തനക്കാരൻ പറയുന്നു, ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങൾക്കും ആ സ്വസ്ഥതയിൽ പ്രവേശിക്കാം. ഇന്ന് ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കുന്നുവെങ്കിൽ ആർക്കും സ്വസ്ഥതയിൽ പ്രവേശിക്കാം. അപ്പോൾ ഒന്നാമതായി ഞാൻ ഈ വേദഭാഗത്തു നിന്നും പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യം, ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ നാം ഉത്സാഹിക്കണം എന്ന കാര്യമാണ്. ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ നാം ഉത്സാഹിക്കുക. ഇങ്ങനെ അവിശ്വാസ നിമിത്തം അവർക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല എന്നാണല്ലോ 3-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യത്തിൽ നാം കണ്ടത്. അതേ കാര്യം തന്നെ നിങ്ങൾക്കും സംഭവിക്കാതെ സൂക്ഷിക്കുക. എബ്രായ വിശ്വാസികളോടാണിത് ലേഖനകാരൻ പറയുന്നത് എന്നുകൂടി നാം ഓർക്കണം. നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. മരുഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞവരുടെ മുൻപിലത്തെ നിഷേധാത്മക ഉദാഹരണമാണ് ജാഗ്രത പാലിക്കുവാനായിട്ട് ഇവിടെ ആവശ്യപ്പെടുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത്. അതായത് ദൈവത്തിൻ്റെ വചനത്തെ അവിശ്വസിച്ചാൽ നിങ്ങൾക്കും ഇത് സംഭവിക്കാം. അങ്ങനെ സംഭവിക്കാതിരിപ്പാൻ നാം ഭയപ്പെടുക എന്നതാണ് പ്രാസംഗികൻ ഇവിടെ നൽകുന്ന മുന്നറിയിപ്പ്. അതിന് കാരണമായി പറയുന്നത്, അവർ കേട്ടതുപോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടിരിക്കുന്നു എന്നതാണ്. അവർ കേട്ടതുപോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടിരിക്കുന്നു. ഇസ്രായേൽ ജനം സദ്വാർത്ത കേട്ടെങ്കിലും അവരത് വിശ്വസിച്ചില്ല. അതിൻ്റെ ഫലമായി അവർക്കത് ഉപകാരപ്പെട്ടില്ല. അതുപോലെ നമുക്കും സംഭവിക്കരുത് എന്നതാണ് ഈ ലേഖനകാരൻ ഇവിടെ നൽകുന്ന മുന്നറിയിപ്പ്. 3-ാം വാക്യം ഇതേ കാര്യം തന്നെ പോസിറ്റീവായിട്ട് പറയുകയാണ്. വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നത്. അതിൽ നിന്നും ഒരു കാര്യം വ്യക്തം, ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കുന്നവർക്കാണ് ദൈവത്തിൻ്റെ രക്ഷ അഥവാ സ്വസ്ഥത ലഭിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം അഥവാ സുവിശേഷം വിശ്വസിക്കുക. അപ്പോൾ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? വെയിൻ ഗ്രൂഡം എന്ന വേദപണ്ഡിതൻ വിശ്വാസത്തിന് നൽകിയിരിക്കുന്ന നിർവചനം എന്നത് പാപമോചനത്തിനും ദൈവത്തോടൊപ്പമുള്ള നിത്യജീവനും ജീവനുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ യേശുക്രിസ്തുവിൽ വയ്ക്കുന്ന ആശ്രയമാണ് വിശ്വാസം എന്നത്. പാപമോചനത്തിനും നിത്യജീവനുമായി ജീവനുള്ള വ്യക്തി എന്ന നിലയിൽ യേശുക്രിസ്തുവിൽ വയ്ക്കുന്ന ആശ്രയമാണ് ഒരു വ്യക്തിയെ രക്ഷിക്കുന്നത്. ഈ നിർവചനം ഊന്നിപ്പറയുന്നത്, രക്ഷിക്കുന്ന വിശ്വാസത്തിന് വസ്തുതകളെക്കുറിച്ചുള്ള അറിവ് മാത്രം പോരാ, രക്ഷിക്കുന്ന യേശുവിലുള്ള വ്യക്തിപരമായിട്ടുള്ള ആശ്രയവും ആവശ്യമാണ് എന്ന കാര്യമാണ്. അതായത് വസ്തുതകളെക്കുറിച്ചുള്ള കേവലം അറിവ് മാത്രം പോരാ, ആ കർത്താവായ യേശുക്രിസ്തുവിൽ ആശ്രയം അർപ്പിക്കേണ്ടത് ആവശ്യമാണ്. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ഞാനൊരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കാം. നയാഗ്ര വെള്ളച്ചാട്ടത്തിന് മുകളിൽ ഒരു കയർ അഥവാ വടം അങ്ങനെ വലിച്ചു കെട്ടിയിരിക്കുന്നു. ആ കയറിൽ കൂടി അക്കരെ കടക്കുവാൻ ഒരു മനുഷ്യൻ തയ്യാറായി കയ്യിൽ ഒരു നീളമുള്ള വടിയുമായി വന്നു. അവിടെ വെള്ളച്ചാട്ടം കാണാൻ വന്ന കാണികളോട്, ഞാൻ കയറിൽ കൂടി അക്കരയ്ക്ക് പോകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചു. ചിലർ പറഞ്ഞു, അത് അങ്ങേയറ്റം അപകടകരം, നിങ്ങൾക്കതിന് കഴിയുകയില്ല എന്ന് പറഞ്ഞു. അവർ കാണുകെ അദ്ദേഹം ആ നീളമുള്ള വടിയുമായി
വടത്തിൽ കയറുന്നു. സാവധാനം മുന്നോട്ട് നടക്കുവാനായിട്ട് തുടങ്ങുന്നു. ജനം ശ്വാസമടക്കി നോക്കി നിന്നു. അദ്ദേഹം പാതി വഴി പിന്നിട്ടപ്പോൾ കാണികൾ ആവശ്യത്തോടെ കൈയടിക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനുമായി തുടങ്ങി. കുറച്ച് സമയങ്ങൾക്ക് ശേഷം അദ്ദേഹം അക്കരയെത്തി. പിന്നെ താഴെ ഇറങ്ങി ജനങ്ങളുടെ അടുക്കലെത്തി. ആളുകൾ അദ്ദേഹത്തെ വളരെ പ്രശംസിച്ചു. അപ്പോൾ അദ്ദേഹം, ഞാൻ തിരികെ ഈ കയറിൽ കൂടി അക്കരയ്ക്ക് പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇനിയും എനിക്കത് സാധിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഓ, ഞങ്ങൾ വിശ്വസിക്കുന്നു, താങ്കൾക്കിനിയും അത് കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് അവർ പറയുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ആ വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും എൻ്റെ തോളിലേക്ക് കയറിക്കൊള്ളുക, ഞാൻ നിങ്ങളെയും കൊണ്ട് ഞാൻ അക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്നിരുന്ന ഓരോരുത്തരായിട്ട് പിൻവലിയുവാനായിട്ട് തുടങ്ങി. അദ്ദേഹത്തിന് അത് കഴിയും എന്ന് വിളിച്ച് പറഞ്ഞവർ പോലും അദ്ദേഹത്തിൻ്റെ തോളിൽ കയറി തങ്ങളെ തന്നെ വിശ്വസിച്ച് ഏൽപ്പിക്കുവാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല. ഇതാണ് വിശ്വാസം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. യേശുവിനെ വിശ്വസിച്ച് തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നതിനെയാണ് വിശ്വാസം എന്ന് പറയുന്നത്. നവീകരണ വക്താവായ മാർട്ടിൻ ലൂതർ പറഞ്ഞു, വി ആർ സേവ്ഡ് ബൈ ഫെയ്ത്ത് അലോൺ, ബട്ട് ദ ഫെയ്ത്ത് ദാറ്റ് സേവ്സ് ഈസ് നെവർ അലോൺ. ഇറ്റ് ബ്രിങ്സ് അബൌട്ട് ഗ്രേറ്റ്ഫുൾ, ജോയ്ഫുൾ, ട്രസ്റ്റിംഗ് ഒബീഡിയൻസ്. നാം വിശ്വാസത്താൽ മാത്രമേ രക്ഷിക്കപ്പെടുന്നുള്ളൂ. എന്നാൽ രക്ഷിക്കുന്ന വിശ്വാസം ഒരിക്കലും തനിച്ചല്ല, അത് നന്ദിയും സന്തോഷവും നിറഞ്ഞ വിശ്വസ്തമായിട്ടുള്ള അനുസരണം ഉളവാക്കുന്നു. രക്ഷിക്കുന്ന വിശ്വാസം അനുസരണം ഉളവാക്കുന്ന വിശ്വാസമാണ്. എന്നാൽ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം രക്ഷയുടെ അടിസ്ഥാനം എന്നത് വിശ്വാസവും അനുസരണവും എന്നല്ല. ഇവിടെ പറയുന്ന അനുസരണം വിശ്വാസത്തിൽ നിന്ന് ഉളവാകുന്ന അനുസരണമാണ്. വിശ്വാസത്തിൽ നിന്ന് ഉളവാകുന്ന അനുസരണം. ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിന് പൂർണ്ണമായും സന്തോഷത്തോടെയും വിധേയപ്പെടുന്നതിൽ നിന്ന് ഉളവാകുന്ന അനുസരണം. എന്നെ ശ്രവിക്കുന്നവരിൽ ആരെങ്കിലും സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെടാത്തവരായി ഉണ്ടെങ്കിൽ ഇത് അവർക്കുള്ള ക്ഷണമാണ്. നിങ്ങളുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് യേശു ക്രിസ്തുവിൻ്റെ പാപപരിഹാര ബലിയിൽ വിശ്വസിച്ചാൽ പാപപരിഹാരവും നിത്യജീവനും ദൈവം ദാനമായി നൽകും. അതുവഴി ദൈവത്തിൻ്റെ സ്വസ്ഥതയിലേക്കും നിങ്ങൾക്കും പ്രവേശിക്കുവാനാകും. ഇതാണ് സുപ്രഭാതകാലം, ഇതാണ് രക്ഷാദിവസം. ഇവിടെ നിന്നും പറയുവാൻ ആഗ്രഹിക്കുന്ന രണ്ടാമത്തെ കാര്യമെന്നത്, രക്ഷിക്കപ്പെടാൻ വേണ്ടി നാം സ്വീകരിച്ച വിശ്വാസം അന്ത്യം വരെ മുറുകെ പിടിക്കേണ്ടതാണ് എന്ന കാര്യമാണ്. വിശ്വാസം അന്ത്യം വരെ മുറുകെ പിടിക്കുക. ദൈവം തൻ്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുവാൻ നമ്മെ ക്ഷണിക്കുന്നു. പക്ഷേ ആ വിശ്രമത്തിലേക്ക് പ്രവേശിപ്പാൻ നമ്മോട് ഉത്സാഹം കാണിപ്പാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ഈ പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം പ്രാസംഗികൻ നേരെ അങ്ങ് പറയുകയല്ല. അതിനു പകരം ഇസ്രയേലിൻ്റെ മരുഭൂമിയിലെ അരഞ്ഞ തിരിയലിലേക്ക് തിരിഞ്ഞു നോക്കി അതിൽ നിന്നും മനസ്സിലാക്കുവാനാണ് താൻ ഇവിടെ ആവശ്യപ്പെടുന്നത്. ഇസ്രയേൽ ജനം ഫറവോൻ്റെ അടിമകളായിരുന്നു. അവർ അതിൽ നിന്നും രക്ഷിക്കപ്പെട്ടു. ദൈവം തൻ്റെ ശക്തമായ കരത്താലും വീര്യപ്രവർത്തികളാലും അവരെ അടിമത്തത്തിൻ്റെ നാട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. ഈജിപ്തുകാരെ കൊള്ളയടിച്ച് അവരെ സമ്പന്നരാക്കി. തൻ്റെ ശക്തമായ സാന്നിധ്യത്താൽ അവരെ നയിച്ചു. അവരുടെ ദൈനംദിന ആവശ്യങ്ങൾ അവൻ നിവർത്തിച്ചു കൊടുത്തു. ദൈവം അവരോട് കൂടെയിരുന്നു. തീർച്ചയായും അവർ ദൈവത്തിൻ്റെ സ്വസ്ഥത ആസ്വദിക്കുകയായിരുന്നു. പക്ഷേ
അവർ മിസ്രയിൽ നിന്ന് പുറത്തു കടന്നെങ്കിലും കനാൻ ദേശത്ത് എത്തിയില്ല. മിസ്രയിൽ നിന്ന് പുറപ്പെട്ടു, പക്ഷേ കനാൻ ദേശത്ത് എത്തിയില്ല. അതാണ് അവർക്ക് പറ്റിയ ഏറ്റവും വലിയ ദുരന്തം എന്നത്. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു, ഇനി ജീവിതത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാകുകയില്ല, പ്രതികൂലങ്ങളും ഉണ്ടാവുകയില്ല എന്നവർ ചിന്തിച്ചു. അവരുടെ മുന്നോട്ടുള്ള യാത്രയും ആ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ടായിരിക്കണം എന്നവർ ചിന്തിച്ചില്ല. അവർ സീനായ് പർവ്വതത്തിൽ വെച്ച് ദൈവത്തോട് വെച്ച ഉടമ്പടി അവർ പാലിച്ചില്ല. ദൈവം നല്ലവനാണെന്നും ദൈവം തങ്ങളുടെ ഏറ്റവും വലിയ നന്മ ആഗ്രഹിക്കുന്ന ദൈവമാണെന്നും അവർ വിശ്വസിച്ചില്ല. ഒരവസരത്തിൽ മരുഭൂമിയിൽ വെച്ച് അവരെ കൊല്ലുവാൻ കൊണ്ടുവന്ന ദൈവം എന്നവർ ആരോപിക്കുകയും ചെയ്തു. ദൈവം വാഗ്ദത്തം ചെയ്തതിനേക്കാൾ നല്ലത് മിസ്രൈം ദേശമെന്നവർ ചിന്തിച്ചു. ദൈവം പറയുന്നത് കേട്ട് ദൈവത്തോടു കൂടെ നിൽക്കണമോ അതോ മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകണമോ? ഇതായിരുന്നു അവരുടെ ആശങ്ക എന്നത്. ദൈവം നമ്മോടും വലിയ കരുണ കാണിച്ചു. പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ദൈവം നമ്മെ വിടുവിച്ചു. കൃപയുടെ ഉത്തമവും ശാശ്വതവുമായിട്ടുള്ള ഒരു ഉടമ്പടിയിലേക്ക് അവൻ നമ്മെ കൊണ്ടുവന്നു. നമ്മെ അവൻ്റെ പുത്രന്മാരും പുത്രിമാരുമാക്കി, അവൻ്റെ ഭവനത്തിലെ അംഗങ്ങളാക്കി. അവൻ്റെ സാന്നിധ്യം ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. അവൻ്റെ ജീവനുള്ള വാഗ്ദാനങ്ങൾ നമ്മെ അനുദിനം വഴി നടത്തുന്നു. ഇതെല്ലാം അനുഭവിച്ചിട്ടും ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കുവാൻ നിങ്ങൾ മടിക്കുകയാണോ? ലോകത്തിൻ്റെ വ്യർത്ഥമായിട്ടുള്ള ആഗ്രഹങ്ങൾക്കും മോഹങ്ങൾക്കും വിധേയപ്പെട്ട് ക്രിസ്തുവിനെ വിട്ട് പോകാൻ ആഗ്രഹിക്കുകയാണോ? ഇത് ഓരോരുത്തരും തങ്ങളുടെ ഹൃദയത്തോട് ചോദിക്കേണ്ട ചോദ്യമാണ്. എബ്രായ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കഷ്ടതകളും പീഡനങ്ങളുമാണ് തങ്ങളുടെ പഴയ മതത്തിൻ്റെ ആചാരങ്ങളിലേക്കും അനുഷ്ഠാനങ്ങളിലേക്കും തിരികെ പോകുവാൻ അവരെ പ്രേരിപ്പിച്ചത് എങ്കിൽ ക്രിസ്തുവിനെ വിട്ടുപോകുവാൻ നിങ്ങളെ എന്താണ് പ്രേരിപ്പിക്കുന്നത്? അത് പാപത്തിൻ്റെ തൽക്കാല ഭോഗമാണോ? സാമ്പത്തിക നേട്ടമാണോ? വ്യക്തികൾ തമ്മിലുള്ള സംഘർഷങ്ങളാണോ? രക്ഷയുടെ മൂല്യത്തെ നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? പേഴ്സീവിയർ എന്ന് പറഞ്ഞാൽ പെർ ആൻഡ് സിവിയർ എന്നീ വാക്കുകൾ സംയോജിച്ച് ഉണ്ടായിട്ടുള്ള ഒരു വാക്കാണ്. അതായത് സിവിയറായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോവുക എന്നതാണ് ഈ വാക്ക് അർത്ഥമാക്കുന്നത്. പേഴ്സീവറൻസ് അഥവാ സ്ഥിരോത്സാഹം ഭൗതിക ജീവിത വിജയത്തിന് പോലും അത്യന്താപേക്ഷിതമാണ് എന്ന് ഇനി പറയുന്ന ഒരു ഉദാഹരണം കാണിക്കുന്നു. ഞങ്ങളുടെ വീടിന് തൊട്ടടുത്ത വീട്ടിലെ ഒരു പെൺകുട്ടി 2-3 മാസങ്ങൾക്ക് മുൻപ് തൂങ്ങി മരിച്ചു. അതിന് കാരണമായി ആ കുട്ടിയുടെ അമ്മ വളരെ ദുഃഖത്തോടെ വിലപിച്ചുകൊണ്ട് പറഞ്ഞത് അവൾ 10ാം ക്ലാസ് പാസ്സാകുമോ എന്ന ഭയമായിരുന്നു ഈ കടങ്കൈ ചെയ്യുവാൻ അവളെ പ്രേരിപ്പിച്ചത് എന്നാണ്. 10ാം ക്ലാസ് പരീക്ഷയിലൂടെ കടന്നു പോകാൻ അവൾ ഭയപ്പെട്ടു. ഇതൊരു നെഗറ്റീവായിട്ടുള്ള ഉദാഹരണമാണെങ്കിൽ പോസിറ്റീവായിട്ടുള്ള മറ്റൊരു ഉദാഹരണം നോക്കാം. 19ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അമേരിക്കൻ ശാസ്ത്രജ്ഞനായിരുന്ന തോമസ് ആൽവ എഡിസൺ ഇലക്ട്രിക് പവർ ജനറേഷൻ, ഇലക്ട്രിക് ലൈറ്റ്, മാസ് കമ്മ്യൂണിക്കേഷൻ, ശബ്ദ റെക്കോർഡിങ്, മോഷൻ പിക്ചർ ക്യാമറ തുടങ്ങി അനേകം കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ഏതാണ്ട് 1000-ലധികം പേറ്റൻറ്റുകളാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഉണ്ടായിരുന്നത്. എന്നാൽ തൻ്റെ കണ്ടുപിടുത്തങ്ങളിൽ അധികവും മറ്റുള്ളവർ വലിച്ചെറിഞ്ഞതോ ഉപേക്ഷിച്ചതോ ആയ ആശയങ്ങൾ തൻ്റെ സ്ഥിരോത്സാഹം കൊണ്ട് വികസിപ്പിച്ചെടുത്തതാണെന്ന് അദ്ദേഹം തന്നെ തുറന്ന്
സമ്മതിച്ചിട്ടുണ്ട്. 1914 ഡിസംബറിൽ തോമസ് ആൽവ എഡിസന്റെ ലബോറട്ടറി തീപിടുത്തത്തിൽ കത്തി നശിച്ചു. ദശലക്ഷക്കണക്കിന് ഡോളറിൻ്റെ നഷ്ടം തനിക്ക് അതിൽ നേരിട്ടു. ഡിസംബറിലെ ആ രാത്രിയിൽ എഡിസന്റെ ജീവിതത്തിലെ ഭൂരിഭാഗവും അതിശയകരമായിട്ടുള്ള ആ തീജ്വാലകളിൽ കത്തിയമർന്നു. തീയുടെ മൂർധന്യത്തിൽ എഡിസന്റെ 24 വയസ്സുള്ള മകൻ ചാൾസ് പുകയും അവശിഷ്ടങ്ങൾക്കുമിടയിൽ പരിഭ്രാന്തനായി വന്ന് തൻ്റെ പിതാവിനെ തെരഞ്ഞു. ഒടുവിൽ അവൻ തൻ്റെ പിതാവിനെ കണ്ടെത്തി. താൻ നോക്കുമ്പോൾ വളരെ ശാന്തമായി ഈ രംഗം വീക്ഷിച്ചുകൊണ്ട് അദ്ദേഹം അതിനടുത്ത് നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ മുഖം തീജ്വാലയുടെ പ്രതിഫലനത്തിൽ തിളങ്ങുന്നതും വെളുത്ത പഞ്ഞി പോലെയുള്ള മുടി കാറ്റിൽ പറക്കുന്നതും ആ മകൻ കണ്ടു. അപ്പോൾ അദ്ദേഹത്തിന് 67 വയസ്സായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിൽപ്പ് കണ്ടപ്പോൾ ചാൾസിന് എന്തോന്നില്ലാത്ത ദുഃഖം തോന്നി. തൻ്റെ അധ്വാനമെല്ലാം കത്തി നശിച്ചിരിക്കുന്നുവല്ലോ എന്ന് ആ മകൻ ഓർത്തു. മകനെ കണ്ടപ്പോൾ പിതാവ്, നിന്റെ അമ്മ എവിടെ എന്ന് ചോദിച്ചു. അതിന് അവൻ പറഞ്ഞു, എനിക്കറിയില്ല. എന്നാൽ നീ ചെന്ന് അവളെ കണ്ടെത്തി ഉടനെ തന്നെ ഇവിടെ കൊണ്ടുവരിക. അവൾ ജീവിതത്തിൽ ഇതുപോലൊരു സംഭവം കണ്ടിട്ടുണ്ടാവുകയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിറ്റേന്ന് രാവിലെ എഡിസൺ അവശിഷ്ടങ്ങളെ നോക്കി പ്രഖ്യാപിച്ചു, ദുരന്തത്തിന് വലിയ മൂല്യമുണ്ട്. അതെ, ദുരന്തത്തിന് വലിയ മൂല്യമുണ്ട്. പിന്നീട് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു, നമ്മുടെ എല്ലാ പരാജയങ്ങളും ഇവിടെ കത്തി നശിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അദ്ദേഹം കണ്ടത് തൻ്റെ പരാജയങ്ങളെല്ലാം ഇവിടെ കത്തി നശിച്ചിരിക്കുന്നു എന്നാണ്. തീപിടുത്തത്തിന് 3 ആഴ്ചയ്ക്ക് ശേഷം തോമസ് ആൽവ എഡിസൺ ആദ്യത്തെ ക്യാമറ ലോകത്തിന് സമ്മാനിച്ചു. സ്ഥിരോത്സാഹം മനുഷ്യനെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നതിന് എങ്ങനെ സഹായിക്കുന്നു എന്ന് ഈ ഉദാഹരണം കാണിക്കുന്നു. ചക്സിൻഡോൾ എന്ന ദൈവദാസൻ സ്ഥിരോത്സാഹത്തെക്കുറിച്ച് പറഞ്ഞത് ഇപ്രകാരമാണ്: എൻ്റെ വികാരങ്ങളെ ഉണർത്തുകയും ഞാൻ തൂങ്ങിക്കിടന്നിരുന്ന കൊമ്പ് മുറിച്ചു മാറ്റുകയും ചെയ്ത കഠിനവും പരുഷവും ദ്രോഹകരവുമായിട്ട് എനിക്ക് അനുഭവപ്പെട്ട സമയങ്ങൾക്ക് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അങ്ങനെ ദൈവമല്ലാതെ മറ്റൊന്നും അവശേഷിക്കയില്ല എന്ന് എനിക്ക് ഇപ്പോൾ മനസ്സിലായി. അപ്പോൾ ഒന്നാമതായി ഞാൻ പറഞ്ഞത്, ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ നാം ഉത്സാഹിക്കണം എന്നതാണ്. രണ്ടാമതായി പറഞ്ഞത്, നിങ്ങളുടെ ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിക്കുവാൻ നിങ്ങൾ മനസ്സ് വയ്ക്കണം. ഇനി മൂന്നാമതായി ഈ വേദഭാഗത്തു നിന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യം, സ്വസ്ഥത എന്നത് വർത്തമാനവും ഭാവിയും അടങ്ങുന്ന സമഗ്രമായ സ്വസ്ഥതയാണ്. സ്വസ്ഥത എന്നത് വർത്തമാനവും ഭാവിയും അടങ്ങുന്ന സമഗ്രമായിട്ടുള്ള സ്വസ്ഥതയാണ്. 3 മുതൽ 7 വരെ വാക്യങ്ങൾ നമുക്ക് വായിക്കാം. വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നത്. ലോകസ്ഥാപനത്തിങ്കൽ പ്രവർത്തികൾ തീർന്നു പോയ ശേഷവും അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ എൻ്റെ കോപത്തിൽ സത്യം ചെയ്തു എന്ന് അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. 7-ാം നാളിൽ ദൈവം തൻ്റെ സകല പ്രവൃത്തികളിൽ നിന്നും നിവൃത്തനായി എന്ന് 7-ാം നാളിനെക്കുറിച്ച് ഒരേടത്ത് പറഞ്ഞിരിക്കുന്നു. എൻ്റെ സ്വസ്ഥതയിൽ അവർ പ്രവേശിക്കുകയില്ല എന്ന് ഇവിടെ പിന്നെയും അരുളി ചെയ്യുന്നു. അതുകൊണ്ട് ചിലർ അതിൽ പ്രവേശിപ്പാൻ ഇടശേഷിച്ചിരിക്കയാലും മുമ്പേ സദ്വർത്താനം കേട്ടവർ അനുസരണക്കേട് നിമിത്തം പ്രവേശിക്കാതെ പോകുകയാലും ഇത്ര കാലത്തിന് ശേഷം ദാവീദ് മുഖാന്തരം ഇന്ന് അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് എന്ന് മുമ്പേ പറഞ്ഞതുപോലെ ഇന്ന് എന്നൊരു ദിവസം പിന്നെയും നിശ്ചയിക്കുന്നു. 1 മുതൽ 11 വരെ വാക്യങ്ങളിൽ ഏകദേശം 11 തവണ ആവർത്തിച്ചിരിക്കുന്ന ഒരു പദമാണ് സ്വസ്ഥത എന്നത്. അത് അതിൻ്റെ പ്രാധാന്യത്തെ എടുത്തു കാണിക്കുന്നു. സ്വസ്ഥതയ്ക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം എന്നത് കറ്റാപ്പോസിസ് എന്ന വാക്കാണ്. കറ്റാപ്പോസിസ്. ഈ സ്വസ്ഥത
എപ്പോൾ എവിടെ വെച്ച് ആരംഭിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് കൃത്യമായി ഈ വേദഭാഗത്ത് പറഞ്ഞിട്ടില്ല. ആയതിനാൽ വേദപണ്ഡിതർക്കിടയിൽ ഇതിനെ സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നു. അപ്പോൾ പ്രസംഗകൻ പറയുന്ന ഈ സ്വസ്ഥത എന്താണ്? അത് എന്തുകൊണ്ട് സഭയ്ക്ക് ആശങ്കയുളവാക്കണം? സ്വസ്ഥത എന്നത് കാനാൻ ദേശമാണോ, അതോ ഇന്നത്തെ ആത്മീയ അവസ്ഥയാണോ, അതോ ഒരു ഭാവി ലക്ഷ്യസ്ഥാനമാണോ, അതോ സ്വർഗമാണോ? വേദപണ്ഡിതന്മാർ ഈ ചോദ്യത്തിന് പല ഉത്തരങ്ങളാണ് നൽകുന്നത്. സ്വസ്ഥത എന്നത് ക്രിസ്ത്യാനിയുടെ യാത്രയുടെ അവസാനത്തെ ലക്ഷ്യമാണ്, അഥവാ സ്വർഗമാണ് എന്ന് ഒ ഹോഫിയൂസ്, പി ഹ്യൂഗ്സ് എന്നിവർ വാദിക്കുന്നു. അതിന് പിൻബലമായി എബ്രായ ലേഖനത്തിൻ്റെ തീർത്ഥാടന മാതൃകയും അവസാനം വരെ സ്ഥിരോത്സാഹത്തിന് ഊന്നൽ നൽകുകയും ചെയ്യുന്നത് അവർ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ ജി തീസൻ 7-ാം ദിവസത്തെ ദൈവത്തിൻ്റെ സ്വസ്ഥതയുമായി ബന്ധപ്പെടുത്തി ഹോഫിയസ് പറഞ്ഞതിനോട് വിയോജിക്കുന്നു. ഉൽപ്പത്തി 1-ാം അധ്യായത്തിൽ സൃഷ്ടിയുടെ ആദ്യത്തെ 6 ദിവസങ്ങൾക്ക് സന്ധ്യയും ഉഷസ്സും ഉള്ളതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം, സന്ധ്യയായി ഉഷസ്സുമായി 2-ാം ദിവസം, അങ്ങനെ 6 ദിവസം വരെ ഇത് ആവർത്തിക്കുന്നു. എന്നാൽ 7-ാം ദിവസത്തിന് സന്ധ്യയോ ഉഷസ്സോ ഇല്ല. അതൊരു തുറന്ന ദിവസമാണ്. ഇറ്റ് ഈസ് ആൻ ഓപ്പൺ ഡേ, ഇറ്റ് ഈസ് ആൻ എൻഡ്ലെസ് ഡേ. ആയതിനാൽ സ്വസ്ഥത ഒരു സ്ഥലത്തിനും ഒരു സമയത്തിനും പരിമിതപ്പെടുത്തരുതെന്നാണ് തീസൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വിശ്രമത്തെ ഒരു വർത്തമാനകാല യാഥാർത്ഥ്യമായിട്ട് കാണണം എന്ന് അദ്ദേഹം പറയുന്നു. മാത്രവുമല്ല, ഇന്ന് എന്നതിന് ഊന്നൽ നൽകുന്ന ഈ സന്ദർഭത്തിൽ ഒരു വർത്തമാനകാല അവസരമാണെന്ന നിലപാടിനെ പിന്തുണയ്ക്കുന്നതായിട്ട് അദ്ദേഹം പറയുന്നു. മാത്രമല്ല, സ്വസ്ഥത ഭാവിയിൽ സംഭവിക്കാനുള്ളതാണെങ്കിൽ ആ മരുഭൂമിയിൽ പട്ടുപോയവരെ ദൈവത്തിൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാത്തവരായി ഇപ്പോൾ എങ്ങനെ പറയുവാൻ കഴിയുമെന്ന് അദ്ദേഹം ചോദിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ വിശ്രമത്തിൻ്റെ വർത്തമാനകാല ആസ്വാദനമാണ് പ്രസംഗകൻ്റെ ഉത്കണ്ഠയുടെ ഒരു വശം എന്നത്. ഇവിടുത്തെ സന്ദർഭമനുസരിച്ച് കനാൻ ദേശത്ത് പ്രവേശിക്കുന്നത് സ്വസ്ഥതയിലേക്കുള്ള പ്രവേശനമായി കണക്കാക്കാം. ആത്മീകമായി പറയുകയാണെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ചതിനെ സ്വസ്ഥതയായിട്ട് പരിഗണിക്കാം. എന്നാൽ കാനാൻ ദേശത്ത് പ്രവേശിക്കുന്നതിനേക്കാൾ അധികമായിട്ടുള്ള മാനം അതിനുണ്ട് എന്നാണ് 3 മുതൽ 11 വരെ വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ലോകസ്ഥാപനത്തിങ്കൽ പ്രവർത്തികൾ തീർന്നുപോയ ശേഷവും എന്ന വാക്യാംശം കാണിക്കുന്നത് സ്വസ്ഥത എന്നത് ഒരു ഓൺഗോയിങ് റിയാലിറ്റിയാണ് എന്നതാണ്, വർത്തമാനകാല യാഥാർത്ഥ്യമാണ് എന്നാണ് അത് കാണിക്കുന്നത്. ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്നതോടെ സ്വസ്ഥത ആരംഭിക്കുന്നതും അവരുടെ വർത്തമാനകാല അനുഭവവും അത് കർത്താവിൻ്റെ വരവോടെ പരിസമാപ്തിയിലേക്ക് എത്തുന്നതുമാണ് എന്ന് പറയുവാനാണ് ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. സ്വസ്ഥത രക്ഷിക്കപ്പെടുമ്പോൾ ആരംഭിക്കുന്നതും വർത്തമാനകാലത്ത് അനുഭവഭേദ്യമായതും ഭാവിയിൽ അതിൻ്റെ പരിസമാപ്തിയിലേക്കും എത്തുന്നതാണ് ഈ സ്വസ്ഥത എന്നത്. 4-ാം വാക്യത്തിൽ ഇതുവരെ പറഞ്ഞു വന്ന സ്വസ്ഥതയെ ദൈവത്തിൻ്റെ സ്വസ്ഥതയുമായിട്ട് ബന്ധിപ്പിക്കുന്നത് കാണാം. 7-ാം നാളിൽ ദൈവം തൻ്റെ സകല പ്രവൃത്തികളിൽ നിന്ന് നിവൃത്തനായി എന്ന് 7-ാം നാളിനെക്കുറിച്ച് ഒരിടത്ത് പറഞ്ഞിരിക്കുന്നു. പഴയ നിയമത്തിൽ 3 ഭാഗങ്ങളിൽ, അതായത് ഉൽപ്പത്തി 2:2, പുറപ്പാടിൻ്റെ 20:11, പുറപ്പാട് 31:17 എന്നീ ഭാഗങ്ങളിൽ ഇതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. എന്നാൽ ഉൽപ്പത്തി 2:2 ഏറ്റവും ആദ്യത്തെയും നേരെയുമുള്ള ഉദ്ധരണി എന്നത്. അവിടെ നാം വായിക്കുന്നത്, താൻ ചെയ്ത പ്രവൃത്തിയൊക്കെയും ദൈവം തീർത്ത ശേഷം താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും 7-ാം ദിവസം നിവൃത്തനായി.
ഇവിടെ 6 ദിവസങ്ങൾ കൊണ്ട് ദൈവം പ്രപഞ്ചത്തെയും അതിലുള്ള സകല ജീവജാലങ്ങളെയും സൃഷ്ടിച്ചു എന്ന് നാം കാണുന്നു. എന്നാൽ 7-ാം ദിവസം തൻ്റെ ജോലിയൊക്കെയും പൂർത്തീകരിച്ച് ഒരു രാജാവ് വിശ്രമിക്കുവാനും ഭരിക്കുവാനും ദേവാലയത്തിൽ പ്രവേശിക്കുന്നത് പോലെ അവൻ ലോകത്തിലേക്ക് പ്രവേശിക്കുന്നു. ദൈവം താൻ സൃഷ്ടിച്ച തൻ്റെ മനുഷ്യനെ തൻ്റെ പ്രതിമ എന്ന് വിളിക്കുകയും അവരെ തൻ്റെ ഭരണത്തിൽ പങ്കുകാരാകുവാനും വിശ്രമത്തിൽ പങ്കുചേരുവാനുമായിട്ട് ക്ഷണിക്കുന്നു. 7-ാം ദിവസത്തെ വിശ്രമത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ദർശനം പുരാതന ഇസ്രയേൽ വളരെ ഗൗരവമായിട്ട് കണ്ടിരുന്ന ഒരു വിഷയവും അവരുടെ ഒരു വലിയ പ്രതീക്ഷയുമായിരുന്നു. വാസ്തവത്തിൽ 10 കൽപ്പനകളിൽ ഒന്ന് 7-ാം ദിവസം വിശ്രമിക്കണം എന്നതാണ്. എബ്രായ ഭാഷയിൽ പറഞ്ഞാൽ ശബാത്ത് ആചരിക്കണം എന്നതാണ്. അതായത് ജോലി നിർത്തി വിശ്രമിക്കുക, ദൈവത്തെ ആരാധിക്കുക. ഇസ്രയേലിന് 7-ാം ദിവസത്തെ ശബാത്ത് ആചരണം കൂടാതെ ആചരിക്കുവാനായിട്ട് 7 ഉത്സവങ്ങളും കൂടെ ഉണ്ടായിരുന്നു. ഈ ഉത്സവങ്ങൾ ഓരോന്നും പുരാതന ഇസ്രയേലിനെ അവർ ആരാണെന്നും കഥ എവിടേക്കാണ് നയിക്കുന്നതെന്നും ഓർമ്മിപ്പിക്കുവാൻ സഹായിക്കുന്ന 7 ഉത്സവങ്ങളാണ്. മാത്രവുമല്ല, ഓരോ ഉത്സവവും ഭാവിയിൽ പ്രതീക്ഷിക്കുന്നത് വർത്തമാനകാലത്ത് പരിശീലിക്കുവാനുള്ള ഒരു മാർഗവും കൂടിയായിരുന്നു. അതായത് ഇസ്രയേൽ സമൂഹം ഒന്നായി ചേർന്ന് ദൈവത്തിൻ്റെ സ്വസ്ഥത പ്രായോഗികമായിട്ട് അനുഭവിക്കുക, ദൈവത്തിൻ്റെ നല്ല സൃഷ്ടിയിൽ ദൈവത്തോടൊപ്പമുള്ള അനന്തമായ വിശ്രമ ഭരണത്തിൻ്റെ സമയമായിട്ടാണ് ദൈവം ഇവയെ ക്രമീകരിച്ചിരുന്നത്. വേറെയും ചിലതുണ്ട്. 6 വർഷത്തെ അധ്വാനത്തിന് ശേഷം 7-ാം വർഷം മുഴുവനായിട്ട് വിശ്രമത്തിനായിട്ട് നീക്കിവെക്കുന്നു. അതിലും കാര്യം അവസാനിക്കില്ല. 7 49 വർഷം തികയുന്ന മുറയ്ക്ക് 50-ാം വർഷം ജൂബിലി വർഷമായിട്ട് ആചരിക്കണം. ജൂബിലി വർഷത്തിൻ്റെ പ്രത്യേകത എന്തെന്നാൽ എല്ലാവരുടെയും കടങ്ങൾ അന്ന് മോചിപ്പിക്കപ്പെടുന്നു, അടിമകളെയെല്ലാം അന്ന് സ്വതന്ത്രമാക്കുന്നു. കൂടാതെ കൈമോശം വന്നുപോയ അവകാശ ഭൂമിയിലേക്ക് അത് നഷ്ടപ്പെടുന്നവർ മടങ്ങി വരുന്നു. ഇതാണ് ഐഡിയലായിട്ടുള്ള സ്വസ്ഥത എന്ന് പറയുന്നത്. അങ്ങനെ തൻ്റെ ജനത്തിന് തന്നോടൊപ്പം സ്വസ്ഥത ആചരിക്കുവാനുള്ള അവസരങ്ങളായിരുന്നു ഈ പരിപാടികളെല്ലാം തന്നെ. എന്നാൽ ഈ സ്വസ്ഥതയൊന്നും ഇസ്രയേൽ പ്രാവർത്തികമായ തലത്തിലേക്ക് കൊണ്ടുവന്നില്ല. കാരണം അവരുടെ സ്വാർത്ഥത തന്നെ. ഈ കൽപ്പനകളൊന്നും അവർ അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ ആചരിച്ചിരുന്നില്ല. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ഇങ്ങനെയുള്ള ഒരു സ്വസ്ഥതയിലേക്ക് പ്രവേശിപ്പാൻ അവർ ഉത്സാഹിച്ചില്ല. അതിനെക്കുറിച്ചാണ് 8 മുതൽ 11 വരെ വാക്യങ്ങളിൽ പറയുന്നത്. യോശുവ അവർക്ക് സ്വസ്ഥത വരുത്തിയെങ്കിൽ മറ്റൊരു ദിവസത്തെക്കുറിച്ച് പിന്നത്തേതിൽ കൽപ്പിക്കുകയില്ലായിരുന്നു. ആകയാൽ ദൈവത്തിൻ്റെ ജനത്തിന് ഒരു ശബ്ബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു. ദൈവം തൻ്റെ പ്രവൃത്തികളിൽ നിന്നെന്ന പോലെ അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പിച്ചവൻ താനും തൻ്റെ പ്രവൃത്തികളിൽ നിന്ന് നിവർത്തനായി തീർന്നു. അതുകൊണ്ട് ആരും അനുസരണക്കേടിൻ്റെ സമദൃഷ്ടാന്തത്തിനൊത്തവണ്ണം വീഴാതിരിക്കേണ്ടതിന് നാം ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ ഉത്സാഹിക്കുക. അതായത് യോശുവയുടെ നേതൃത്വത്തിൽ കാലേബും 20 വയസ്സിൽ താഴെയുള്ളവരും കനാൻ ദേശത്ത് പ്രവേശിച്ചു. ചില വർഷങ്ങൾ അവർ ശത്രുക്കളിൽ നിന്ന് സ്വസ്ഥത അനുഭവിക്കുകയും ചെയ്തു. അതിനെക്കുറിച്ചാണ് യോശുവ 21:44 പറയുന്നത്. യഹോവ അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്തതുപോലെ ഒക്കെയും ചുറ്റും അവർക്ക് സ്വസ്ഥത നൽകി. ശത്രുക്കളിൽ ഒരുത്തനും അവരുടെ മുമ്പിൽ നിന്നിട്ടില്ല. യഹോവ സകല ശത്രുക്കളെയും അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. എന്നാൽ ഈ സ്വസ്ഥത നിലനിന്നില്ല. എന്തെന്നാൽ ഇസ്രായേൽ ജനം ദൈവവുമായിട്ടുള്ള ഉടമ്പടി വ്യവസ്ഥകൾ പാലിക്കാതെ തങ്ങൾക്ക് ബോധിച്ചതുപോലെ ജീവിക്കുവാനായിട്ട് തുടങ്ങിയപ്പോൾ അവർക്ക് തങ്ങളുടെ ചുറ്റുമുള്ള ജാതികളുമായി യുദ്ധവും അതുപോലെ പ്രവാസവും
നേരിടേണ്ടി വന്നു. അതിൻ്റെ അർത്ഥം അവർക്ക് പൂർണ്ണമായ സ്വസ്ഥത വന്നില്ല എന്ന കാര്യമാണ്. അതുകൊണ്ടാണ് അവർക്ക് സ്വസ്ഥത വരുത്തുന്ന ഒരു പുതിയ രക്ഷാനായകനെ ആവശ്യമായിട്ട് വന്നത്. ദൈവത്തിൻ്റെ വീണ്ടെടുക്കപ്പെട്ട ജനത്തെ അവരുടെ അവകാശത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ യോശുവ ക്രിസ്തുവിൻ്റെ ഒരു ടൈപ്പ് അഥവാ നിഴൽ ആണ്. യോശുവയുടെ ഗ്രീക്ക് നാമം ലെസോസ് എന്നാണ്. യോശുവ എന്നതിൻ്റെ ഹീബ്രു വാക്കാണ് യെശുവ എന്നത്. ഈ വാക്കുകൾ തന്നെയാണ് യേശുവിനും ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഉത്സവങ്ങളും ആചാരങ്ങളും പ്രതിനിധാനം ചെയ്യുന്ന ആത്യന്തിക ജൂബിലി വർഷം കൊണ്ടുവരുന്ന ദൈവപുത്രനാണ് കർത്താവായ യേശു ക്രിസ്തു. യേശു ശബത്തിൻ്റെയും കർത്താവാണ് എന്ന് പറഞ്ഞത് ഈ ഒരു അർത്ഥത്തിലാണ്. എന്നാൽ യേശുവിൻ്റെ ഈ അവകാശവാദം തന്നെ കൊല്ലുവാൻ കാരണമായി തീർന്നു. എന്നാൽ യേശു ഒരു ശബത്ത് ദിവസം ശവക്കല്ലറയിൽ കിടന്നു എന്നും ഒരു പുതിയ ആഴ്ചയുടെ 1-ാം ദിവസം അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്നും സുവിശേഷങ്ങൾ അവകാശപ്പെടുന്നു. യേശുവിനെ മരിച്ചവരിൽ നിന്ന് തിരികെ കൊണ്ടുവന്ന ആ പുനരുത്ഥാന ശക്തി ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും ലഭ്യമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്നു എന്നതാണ് നാമും ആത്യന്തിക വിശ്രമത്തിനായി കാത്തിരിക്കുന്നവരാണെന്നതിൻ്റെ ഗ്യാരണ്ടി എന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മശക്തിയാൽ നിറയുന്ന വ്യക്തിക്ക് കർത്താവിൻ്റെ സ്വസ്ഥത ഈ വർത്തമാനകാലത്ത് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. അതാണ് ഒരു പുതിയ നിയമവിശ്വാസിക്ക് വർത്തമാനകാലത്ത് സ്വസ്ഥത അനുഭവിക്കുവാൻ ദൈവം വെച്ചിരിക്കുന്ന മുഖാന്തിരം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നിറവിൽ ജീവിക്കുക. ഞാൻ രക്ഷിക്കപ്പെട്ട കാലത്ത്, അതായത് 1993-94 കാലഘട്ടത്തിൽ ഞാൻ വളരെ ആർത്തിയോടെയാണ് ബൈബിൾ വായിച്ചിരുന്നത്. ഒരു ദിവസം അർദ്ധരാത്രിയിൽ ഞാൻ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു 51-ാം സങ്കീർത്തനം വായിച്ചു. ഉടനെ ഞാൻ മുട്ടിന്മേൽ നിന്ന് എൻ്റെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞു. പിന്നെ ഞാൻ സ്വസ്ഥമായി കിടന്നുറങ്ങി. നേരം വെളുത്ത് എഴുന്നേറ്റപ്പോൾ എനിക്ക് എന്തോന്നില്ലാത്ത സന്തോഷം തോന്നി. സന്തോഷം എന്നിൽ നിറഞ്ഞ് കവിഞ്ഞു. എൻ്റെ മുഖം പ്രകാശിക്കുന്നത് പോലെ എനിക്ക് തോന്നി. പുറത്തു നിന്നുള്ള ഒരു കാര്യത്തിനും എൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുവാനോ എൻ്റെ സന്തോഷത്തെ ഇല്ലായ്മ ചെയ്യുവാനോ കഴിഞ്ഞിരുന്നില്ല. ഏതാണ്ട് ഒരാഴ്ചയോളം ആ അനുഭവം എന്നിൽ നിലനിന്നു. ആ ആഴ്ചയുടെ അവസാനത്തോടെ അത് ക്രമേണ കുറഞ്ഞു വരികയും ചെയ്തത് ഞാനിപ്പോൾ ഓർക്കുന്നു. സംഭവിച്ചതെന്താണെന്ന് അന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല. എന്നാൽ പിന്നീടത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിറവായിരുന്നു എന്ന് എനിക്ക് ബോധ്യമാക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവാൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന് കർത്താവ് പറഞ്ഞപ്പോൾ താൻ അർത്ഥമാക്കിയത് തൻ്റെ മക്കൾ ഉത്കണ്ഠപ്പെടാതെ ആകുലപ്പെടാതെ ആത്മാവിൻ്റെ ആഴമേറിയതും മധുരമുള്ളതുമായ സ്വസ്ഥത അനുഭവിക്കുന്നവരായിരിക്കണമെന്നാണ്. ദൈവത്തിൻ്റെ ആഗ്രഹം അതല്ലായിരുന്നുവെങ്കിൽ അവനത് പറയുമായിരുന്നില്ല. സ്വസ്ഥതയുടെ മറ്റൊരു വശം ഞാൻ ഒരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കാം. 19-ാം നൂറ്റാണ്ടിൽ പസഫിക്കിലെ ടാന ദ്വീപിൽ മിഷണറിയായി പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു ജോൺ പാറ്റൺ എന്ന ദൈവദാസൻ. യേശുവിൻ്റെ വചനം സ്വീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ യേശുവിൻ്റെ നുകം ഏറ്റുകൊണ്ട് നരഭോജികളായ ഈ ദ്വീപിലെ ആളുകളോട് സുവിശേഷം അറിയിക്കുവാൻ അദ്ദേഹം അങ്ങോട്ട് പോവുകയുണ്ടായി. ഒരു ദിവസം 100 കണക്കിന് ആളുകൾ നാടൻ തോക്കുകളും കത്തികളുമായി അദ്ദേഹത്തെ കൊല്ലുവാനായിട്ട് അന്വേഷിച്ചു. അദ്ദേഹത്തിന് രക്ഷപ്പെടണമെങ്കിൽ ഒരു വഞ്ചിയിൽ കയറി ഒരു പുഴ കടന്നു പോകേണ്ടതുണ്ടായിരുന്നു. അവരിൽ ഒരു വ്യക്തി അദ്ദേഹത്തോട് ദയ തോന്നി മുന്നമേ എത്തി അദ്ദേഹത്തെ ഈ വിവരം ധരിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പെട്ടെന്ന്
ഈ കാണുന്ന മരത്തിൽ കയറി അതിൻ്റെ ചില്ലകൾക്ക് ഇടയിൽ മറഞ്ഞിരിക്കുക. ഞാൻ ഈ ആൾക്കാരെയും കൊണ്ട് ഈ മരത്തിന് അടിയിലൂടെ ഇതിലൂടെ കടന്നു പോകും. അവർ പോയതിന് ശേഷം നിങ്ങൾ രക്ഷപ്പെട്ടുകൊള്ളുക എന്ന് പറഞ്ഞു. അല്പം കഴിഞ്ഞപ്പോൾ എങ്കിലും ഈ വ്യക്തിയെ വിശ്വസിക്കുവാൻ കൊള്ളുമോ എന്ന് ആ മിഷണറിക്ക് യാതൊരു ഉറപ്പുമില്ലായിരുന്നു. എങ്കിലും അയാൾ പറഞ്ഞതുപോലെ ആ മിഷണറി ആ മരത്തിൽ കയറി ചില്ലകൾക്കിടയിൽ മറഞ്ഞിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ വലിയൊരു കൂട്ടം ആളുകൾ ആർത്തട്ടഹസിച്ചും ഇടയ്ക്കിടെ വെടി ഉതിർത്തും കൊണ്ട് ആ മരത്തിനടിയിലൂടെ കടന്നുപോയി. വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ആ സംഭവം തൻ്റെ ജീവചരിത്രത്തിൽ വിവരിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്: ഞാൻ ആ മരത്തിൽ ചെലവഴിച്ച മണിക്കൂറുകൾ ഇന്നലെ കഴിഞ്ഞു പോയ സംഭവം പോലെ എൻ്റെ മനസ്സിലങ്ങനെ മായാതെ നിൽക്കുന്നു. ആ കാട്ടാളന്മാരുടെ അട്ടഹാസങ്ങളും ഇടയ്ക്കിടെ തോക്കിൽ നിന്നും വെടിയുതിർത്തും കൊണ്ടുള്ള അവരുടെ നടപ്പ് ഞാൻ ശ്വാസമടക്കി നോക്കിക്കൊണ്ടിരുന്നു. യേശുവിൻ്റെ കരങ്ങളിൽ എന്ന പോലെ ഞാൻ ആ മരച്ചില്ലകളിൽ സുരക്ഷിതനായി ഇരുന്നു. കർത്താവ് എന്നോട് ഏറ്റവും അടുത്തിരുന്നു കൊണ്ട് എൻ്റെ ആത്മാവിനെ ആശ്വസിപ്പിച്ചു. മറ്റൊരു സമയം എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ മരത്തിൽ തനിച്ചായിരുന്നു, എന്നാൽ ഞാൻ തനിച്ചായിരുന്നില്ല. കർത്താവ് എന്നോട് കൂടി ഉണ്ടായിരുന്നു. എൻ്റെ രക്ഷകൻ്റെ ആത്മീയ സാന്നിധ്യം വീണ്ടും അനുഭവിപ്പാനും അങ്ങനെ അവൻ്റെ സ്വാന്തത കൂട്ടായ്മ അനുഭവിക്കാനും ഇന്നും സാധിക്കുമെങ്കിൽ ഞാൻ എത്ര ദിവസം വേണമെങ്കിലും ഈ മരത്തിന് മുകളിൽ ഇങ്ങനെ ഇരുന്നു കൊള്ളാമെന്നാണ് അദ്ദേഹം അതിനെക്കുറിച്ച് തൻ്റെ ജീവചരിത്രത്തിൽ പറയുന്നത്. അങ്ങനെ ഒരു യഥാർത്ഥ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുവാനാണ് എബ്രായ ലേഖനകാരൻ ഓരോ വിശ്വാസിയെയും ആഹ്വാനം ചെയ്യുന്നത്. യേശു ആത്യന്തികമായിട്ടുള്ള വിശ്രമം കൊണ്ടുവന്നു, എന്നാൽ അത് ഇനിയും അതിൻ്റെ പരിസമാപ്തിയിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിയിട്ടില്ല. നാം ഇപ്പോഴും കലഹങ്ങളുടെയും പോരാട്ടങ്ങളുടെയും ലോകത്താണ്. പക്ഷേ അതിൻ്റെ മധ്യേയും ദൈവാത്മാ നിറവിൽ സ്വസ്ഥത അനുഭവിക്കുവാനായിട്ട് നമുക്ക് കഴിയും. മാത്രമല്ല, അല്ലലില്ലാത്ത, കണ്ണുനീരും മുറവിളിയുമില്ലാത്ത, ദുഃഖവും മരണവുമില്ലാത്ത നിത്യമായ സ്വസ്ഥതയിലേക്ക് നാം ഒരു നാൾ കർത്താവിനോടുകൂടെ കടക്കും. ദൈവം തൻ്റെ സിംഹാസനത്തിലിരിക്കുന്ന ഒരു പുതിയ ലോകത്തിലേക്ക് അന്ന് നാം പ്രവേശിക്കും. അവൻ്റെ ദാസന്മാർ അവൻ്റെ ചുറ്റും ഇരുന്ന് അവനോടുകൂടെ പുതിയ ലോകത്തെ ഭരിക്കും. യേശു അവരുടെ വഴികാട്ടിയും സൗഖ്യദായകനുമായി അവരെ അജ്ഞാതവും പുതിയതുമായിട്ടുള്ള മേഖലകളിലേക്ക് കൊണ്ടുപോകും. ഇതാണ് ക്രിസ്തുവിശ്വാസിയുടെ പ്രത്യാശ എന്നത്. അപ്പോൾ ഞാൻ എൻ്റെ സന്ദേശം ഉപസംഹരിക്കുകയാണ്. ഒന്നാമതായി ഞാൻ പറഞ്ഞത് ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ നാം ഉത്സാഹിക്കുക. രണ്ടാമതായി പറഞ്ഞത് നിങ്ങളുടെ ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിക്കുക. മൂന്നാമതായി ഞാൻ പറഞ്ഞത് സ്വസ്ഥത എന്നത് വർത്തമാനവും ഭാവിയും അടങ്ങുന്ന സമഗ്രമായിട്ടുള്ള സ്വസ്ഥതയാണ്. ആ സ്വസ്ഥതയെ അനുഭവപരമാക്കുവാൻ നാം ഉത്സാഹിക്കുക. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.